ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് അതിൻ്റെ 2-3 സ്റ്റെപ്പായിട്ടിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വളരെ സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തേത് ആരെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നോക്കുമ്പോൾ അറിയാം. അതിനകത്ത് ഞാൻ ഐ, ഹി, ഷീ, യു, ഇറ്റ് ഇത്രയും വാക്കുകളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പം അത്രയും സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ വെർബ് ഉപയോഗിച്ച് ടു ബി എന്നുള്ള വെർബിൻ്റെ ടു ബി എന്നുള്ള വെർബ് ആം, ഈസ്, ആർ എന്നുവെച്ചാൽ ആകുന്നു ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആകുന്നു, ആണ് എന്നൊക്കെ പറയാം. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, നെഗേഷൻ. അപ്പോൾ അതിനടുത്ത് ഞാൻ പറയുന്നത് ഹീ, ഷീ, ഇറ്റ്, യു, ഇറ്റ് ഇത്രയൊക്കെ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വി, ഞാനെന്നുള്ളത് ഐ, അതിൻ്റെ പ്ലൂറലായിട്ട് നമുക്ക് പറയാം വി. അപ്പോൾ വിയുടെ കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുമ്പോൾ നമ്മളാകുന്നു വി ആർ, അത്രയേ ഉള്ളൂ. നമ്മളാകുന്നു വി ആർ. നമ്മളാണോ? അപ്പോൾ നമ്മളെന്ത് പറയും? ആർ വി. നമ്മളല്ല, വി ആർ നോട്ട്. അപ്പോൾ ഞാൻ നമ്മളെന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും നമ്മൾ വി ഉപയോഗിക്കുമ്പോൾ ഞങ്ങളാകുന്നു, വി ആർ. സ്റ്റേറ്റ്മെൻറ്റാണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആർ വി, ഞങ്ങളല്ല, വി ആർ നോട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ദേ, അപ്പോൾ ദേയും ഇതുപോലെ പ്ലൂറലാണ്. അവർ, ദേ ആർ. അപ്പം ഒന്നിലധികം പേരെ ആകുമ്പോഴാണ് നമ്മൾ ദേ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്ലൂറലാണല്ലോ, അപ്പം ആർ ഉപയോഗിക്കും. ദേ ആർ, അവരാകുന്നു. അവരാണോ? ആർ ദേ, അവരല്ല, ദേ ആർ നോട്ട്. ഇനി ഒന്നുകൂടെ, അതാണ് രാമ. എപ്പോഴും പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കുന്നൊരു വാക്കാണ് രാമ. രാമ ഈസ്, രാമനാകും. രാമനാണോ? ഈസ് രാമ, രാമനല്ല, രാമ ഈസ് നോട്ട്. പിന്നെ അടുത്ത ഒന്നുകൂടെ ഉണ്ട്, സീത ഈസ്, സീതയാകുന്നു. സീതയാണോ? ഈസ് സീത, സീതയല്ല, സീത ഈസ് നോട്ട്. ഇതൊന്ന് പഠിച്ചു നോക്ക്. എളുപ്പത്തിൽ ഇത്രയുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അത് ആര് ശ്രദ്ധിച്ചാൽ എത്ര പഠിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ പഠിച്ചവരാണെങ്കിൽ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.